പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് മിൽക്ക് മാത്സ് അതുപോലെ ട്രേഡ് മാത്സ് എന്നീ രണ്ട് ഭാഗങ്ങൾ, ആ പാഠത്തിലെ അവസാനത്തെ രണ്ട് ഭാഗങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. പിന്നെ അതിലൊരു 3 വർക്ക് ഇന്ന് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് മിൽക്ക് മാത്ത് നോക്കാം. ഇവിടെ രാമു സം ഡേയ്സ് സെയിൽ, രാമു കുറച്ച് ദിവസത്തെ വിൽപ്പനയുടെ ആവറേജ് ശരാശരി 150 ആണെന്ന് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ജൂൺ മാസത്തിൽ എത്ര രൂപ രാമുവിന് പ്രതീക്ഷിക്കാം? എത്ര രൂപ രാമുവിന് പ്രതീക്ഷിക്കാം? അപ്പോൾ 150 ഒരു ദിവസം. ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ കൂട്ടി ഹരിച്ചിട്ട് ഒരു ദിവസത്തത് കണ്ടെത്തുന്നത്, അതാദ്യം മനസ്സിലാക്കണം. ആവറേജ് ശരാശരി എന്നാൽ ഒരു ദിവസത്തേത് അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തുന്നതാണ്. അപ്പം ഒരു ദിവസത്തേത് 150. അങ്ങനെയാണെങ്കിൽ ജൂൺ മാസം എത്ര പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ 150നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? ജൂൺ മാസത്തിൽ ആകെ ദിവസം എത്രയാണ്? 30ആണ്. ആ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 150നെ 30 കൊണ്ട് ഗുണിച്ചാൽ ആ മാസം ജൂൺ മാസം ഏകദേശം അത്ര പൈസ കിട്ടും എന്ന് രാമുവിന് പ്രതീക്ഷിക്കാം. 0 3 0 0 പിന്നെ എത്ര വരും? 3 3 5 15ന് 5 3 1 3 1 4500 രൂപ വരും. ഇത് എക്സ്പെക്റ്റ് ആണ്. ചിലപ്പോൾ ഇതിൽ കുറച്ച് കുറയാ, കുറച്ചൊക്കെ കൂടാ. ശരാശരി കണ്ടെത്തി, കുറച്ച് ദിവസത്തെ ശരാശരി കണ്ടെത്തി നമ്മൾ പിന്നെ അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും എന്ന് പ്രതീക്ഷ നോക്കിയതാണ്. അപ്പോൾ അതാണ് 4500. ഇനി മറ്റൊന്ന് നോക്കുക, ട്രേഡ് മാത്സ്. 5 ഡേയ്സിലെ 5 ദിവസത്തെ പിന്നെ ഇൻകം, വരുമാനാണ് ഇത്. 5 ദിവസത്തെ വരുമാനം. അത് നമ്മൾ എന്നിട്ട് 6 ദിവസം കഴിഞ്ഞപ്പോൾ, അഥവാ ഒരു ദിവസം കൂടി കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞപ്പോൾ ആവറേജ് നോക്കി 6500 കിട്ടി. 5 ദിവസത്തെ വരുമാനം നമുക്ക് തന്നേണ്, 6ാമത്തെ ദിവസത്തെ വരുമാനം നമുക്ക് തന്നിട്ടില്ല. 6 ദിവസം കഴിഞ്ഞിട്ടുള്ള ശരാശരി 6500. ഇവിടെ നമുക്ക് എങ്ങനെയും 6ാമത്തെ ദിവസം എത്ര കിട്ടിയെന്ന് കണ്ടിരിക്കണം. 6ാമത്തെ ദിവസം എത്ര കിട്ടിയെന്ന് കണ്ടിരിക്കണം. അപ്പം 6 ദിവസത്തെ ഏവറേജ് തന്നാണ്. അപ്പം നമുക്ക് 6 ദിവസത്തെ ടോട്ടൽ കണ്ടുപിടിച്ചൂടെ? 6500നെ 6 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 6 ദിവസത്തെ ഏവറേജ് 6500 ആണെങ്കിൽ 6 ദിവസവും ആകെ കിട്ടിയ പൈസ ടോട്ടൽ 6500 ഗുണിക്കണം 6 ആണ്. അപ്പൊ 6 0 0 6 0 0 6 5 30ന് 0 6 6 36 3 39. ശരിയല്ലേ? 6 0 6 0 6 5 30ന് 0 ബാക്കി 3 6 6 36 3 39. 39,000 രൂപയാണ് ആകെ ഉള്ളത്. ഇനി നമ്മൾ 5 ദിവസത്തെ പൈസ നമുക്ക് തന്നിട്ടില്ലേ? അപ്പൊ 5 ദിവസത്തെ ടോട്ടൽ കണ്ടാൽ ആകെ കിട്ടിയ പൈസയും കിട്ടിയിന്. അപ്പൊ ആകെ കിട്ടിയ വരുമാനത്തിൽ നിന്ന് 5 ദിവസത്തെ വരുമാനം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 6ാമത്തെ ദിവസത്തെ വരുമാനം, ഇൻകം എത്രയെന്ന് കിട്ടൂലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇത് കൂട്ടണം. 5 7 12 5 17 19 12 5 17 19 ബാക്കി 1 4 6 11 14 20ന് 0 ബാക്കി 2 6 9 15 8 23 25 30ന് 0 ബാക്കി 3 6 3 9 9 6 15 6 21 28 28 6 34. അവിടെ കിട്ടുന്നത് 34,009. 34,009. ഇനി നമ്മൾ 39,000 നിന്ന് 39,000 മൈനസ് 34,009 ചെയ്താൽ എന്ത് കിട്ടും? 6ാമത്തെ ദിവസത്തെ സംഖ്യ കിട്ടും. 10 ഇവിടെ കടെടുക്കണം. ഇവിടെ 0-ന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല. ഇത് കുറയ്ക്കാൻ അറിയാത്തവർ ശ്രദ്ധിക്കണം. 0-ന്ന് 9 കുറയ്ക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഇവിടുന്ന് എടുക്കണം. ഇവിടുന്ന് 9ൽ നിന്ന് 1 കണ്ടെടുത്താൽ ഇവിടെ 10 ആയി.
ഇവിടെ 10 ആയി. 10ൽ നിന്ന് 1 ഇങ്ങോട്ട് എടുത്താൽ ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. ഈ 10ൽ നിന്ന് 1 ഇവിടേക്ക് എടുത്താൽ ഇവിടെ 10 ആയി, ഇവിടെ 9 ആയി, ഇവിടെ 8 ആയി. ഈ 9ൽ നിന്ന് 1 ഇങ്ങോട്ട് കടത്തു, അപ്പോൾ ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. ഈ 10ൽ നിന്ന് ഇവിടെ 8 ആയി, ഇവിടെ 10ഉം. ഈ 10ൽ നിന്ന് 1 ഇങ്ങോട്ട് കടത്താൽ ഇവിടെ 9 ആയി, ഇവിടെ 10. 10ൽ നിന്ന് 1 ഇങ്ങോട്ട് കടത്തു, ഇവിടെ 10 ആയി, ഇവിടെ 9 ആയി. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഈ കുറയ്ക്കാൻ അറിയാം. 10ൽ നിന്ന് 9 കുറച്ചാൽ 1, 9ൽ നിന്ന് 0 കുറച്ചാൽ 9, 9ൽ നിന്ന് 0 കുറച്ചാൽ 9, 8ൽ നിന്ന് 4 കുറച്ചാൽ 4, 3ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 0. അപ്പോൾ 4991 രൂപയാണ് 6ാമത്തെ ദിവസം ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ആവറേജ് എന്താണെന്ന് മനസ്സിലായാൽ എന്ത് ചെയ്യും, ഈ കണക്കുകൾ ചെയ്യാൻ കഴിയും. വേറെ ഒന്ന് നോക്കി, നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കി. 5 കുട്ടികളെ എണ്ണം തന്നില്ല, പക്ഷെ ടോട്ടൽ എന്തോ ഒരു വസ്തു ടോട്ടൽ 100ആണ്, പിരിവായിക്കോട്ടെ, ടോട്ടൽ 100. കുട്ടികളെ എണ്ണം തന്നില്ല, ആവറേജ് 20. അങ്ങനെയാണെങ്കിൽ നമ്പർ കിട്ടണം, എണ്ണം എത്ര കിട്ടണം, എന്ത് ചെയ്യണം? അപ്പോൾ ഇപ്പം ശ്രദ്ധിക്കേണ്ടത് എണ്ണം കണ്ടുപിടിക്കാൻ, എണ്ണം നമ്മൾ ടോട്ടലിനെ എണ്ണം കൊണ്ട് ഹരിച്ചതാണ് ആവറേജ്. അപ്പം എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടലിനെ ആവറേജ് കൊണ്ട് ഹരിക്കണം, ടോട്ടലിനെ ശരാശരി കൊണ്ട് ഹരിക്കണം. അപ്പം 100നെ 20 കൊണ്ട് ഹരിച്ചാൽ 100ൽ എത്ര 20ആണ്? 5. അപ്പം എണ്ണം കണ്ടുപിടിക്കാൻ ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എണ്ണം തന്നാണ്, ടോട്ടൽ തന്നില്ല, ആവറേജും തന്നാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എപ്പോഴും ഒരു വിധം എല്ലാ കാര്യത്തിനും ടോട്ടൽ കണ്ടുപിടിക്കാൻ കുടിക്കുക. ടോട്ടൽ എന്ന് പറയുമ്പോൾ സംഖ്യ കൂടുകയുണ്ട്, ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും മൈനസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ സംഖ്യകൾ കുറയാ ചെയ്യുക ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പം ഇവിടെ 20നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് ഇത് കിട്ടുക, 100 കിട്ടുക. അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ കണ്ടുപിടിക്കാൻ മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ആവറേജ് തന്നില്ല, എണ്ണം തന്നാണ്, ടോട്ടൽ തന്നാണ്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചു, ടോട്ടൽ ബൈ നമ്പർ അഥവാ ആകെ ബൈ എണ്ണാണ് ആവറേജ്. അപ്പോൾ 100/100, 100നെ 5 കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 100ൽ എത്ര 5 ഉണ്ട്? 20. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ, ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ അത് ചെയ്യാൻ എണ്ണം കണ്ടുപിടിക്കാൻ ഹരിക്കണം, ആവറേജ് കണ്ടുപിടിക്കാനും ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. എന്നാൽ ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജിനെയും എണ്ണത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇന്ന് തരുന്നത് ഫസ്റ്റത്തെ 3 വർക്കാണ്. ആ 3 വർക്ക് ചെയ്ത് നിങ്ങൾ അയക്കുക.